به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തെക്കുറിച്ചും അതിന് അല്ലാഹു നൽകിയ സവിശേഷതകളെക്കുറിച്ചുമാണ് കഴിഞ്ഞയാഴ്ച നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായത്. അല്ലാഹുവിന് ഒരാഴ്ചയിലെ ഏറ്റവും പവിത്രമായ ദിവസമാക്കി മാറ്റിയ ഈ ദിവസം ആരാധനയിലൂടെ പ്രവാചകന്റെ തൊട്ടടുത്ത് സ്വർഗത്തിൽ എത്തിച്ചേരാൻ സാധിക്കാൻ കഴിയുന്ന ഈ ദിവസം പരലോകത്ത് മറ്റുള്ള സമുദായത്തെക്കാൾ മുമ്പിൽ നമ്മളെ അള്ളാഹു പരിഗണിക്കുന്നതിന് കാരണമായ ഈ ദിവസം അത്രമേൽ പവിത്രമായതുകൊണ്ടാകാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളിയാഴ്ച നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട ഏതാനും ചില മര്യാദകളും സുന്നത്തുകളും പഠിപ്പിച്ചു തന്നത്. അതിലേറ്റവും പ്രധാനമായും ആദ്യമായും പ്രവാചകൻ നമ്മളോട് പറഞ്ഞത്, നമ്മൾ വ്യത്യസ്തങ്ങളായ സദസ്സുകളിൽ പങ്കെടുക്കുന്ന ആളുകളാണ്. എത്രയോ പ്രോഗ്രാമുകൾക്കും ഫംഗ്ഷനുകൾക്കും പങ്കെടുക്കുന്ന ആളുകളാണ്. ആ സദസ്സും ആ ഫംഗ്ഷനും എത്രമേൽ പ്രാധാന്യമുണ്ടോ ആ പ്രാധാന്യത്തിനനുസരിച്ച് വൃത്തിയോടെ, ശുദ്ധിയോടെ, ഭംഗിയോടെ അള്ളാഹു അനുവദിച്ച മുഴുവൻ ഭംഗിയും ആസ്വദിച്ചുകൊണ്ട് പങ്കെടുക്കുന്നവരാണ് നമ്മൾ. വെള്ളിയാഴ്ച നമ്മളെല്ലാവരും പള്ളിയിലേക്ക് വരിക എന്നത് നമ്മൾ എല്ലാ യാന്ത്രികതക്കപ്പുറമായിട്ട് മനസ്സിലേക്കൊന്ന് ആലോചിച്ചു നോക്കൂ. അള്ളാഹുവിന് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട അവന്റെ ഭവനത്തിലേക്ക് അവൻ വിളിച്ചിട്ട് വരികയാണ്. നമ്മൾ അതിഥികളായി എത്തുകയാണ്. എവിടേക്കാണ് വന്നത്? ഈ ലോകത്ത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അവന്റെ വീട്ടിലേക്കാണ് നമ്മൾ ഇപ്പോൾ വന്നത്. ഏതു ദിവസമാണ് വന്നത്? ഈ ആഴ്ചയിലെ ഏറ്റവും പുണ്യകരമായ ദിവസത്തിലാണ് നമ്മൾ വന്നത്. എന്തിനാണ് നമ്മൾ വന്നത്? അള്ളാഹു പറഞ്ഞ ആരാധനയിൽ പങ്കുചേർന്ന് അവനോട് യാചിച്ച് നമ്മുടെ പാപങ്ങൾ പൊരുത്തപ്പെടിയിപ്പിച്ച് അവരിൽ നിന്ന് ലഭിക്കേണ്ട കാരുണ്യം വാങ്ങുവാൻ വേണ്ടി ഒരുമിച്ച് കൂടിയവരാണ് നമ്മൾ. അത്രയും ഉത്കൃഷ്ടമായ സദസ്സാണ് വെള്ളിയാഴ്ച ജുമുഅ എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രവാചകൻ ആദ്യമായി നമ്മളോട് പറഞ്ഞത്
ആ ഭയഭക്തിയും ആ ആദരവും നമ്മുടെ ജീവിതത്തിലും വേഷത്തിലും പെരുമാറ്റത്തിലും ശുദ്ധിയിലും ഉണ്ടാകണമേ എന്നാണ് പ്രവാചകൻ നമ്മളോട് പറഞ്ഞത്. ഇദാ ജാ അഹദുകുമുൽ ജുമഅ, നമ്മൾ ജുമഅക്ക് വരികയാണെങ്കിൽ ഫല്യഗ്തസിൽ, കുളിച്ച് ശുദ്ധിയാകൽ പുണ്യമാണ്. കുളിച്ച് ശുദ്ധിയായി വരിക എന്നത് വെള്ളിയാഴ്ച പുണ്യമാണ്, പ്രത്യേകമായ പുണ്യമാണ്. സഹാബാക്കളിൽ ചിലർ പ്രവാചകരെ വുളു ചെയ്യുക എന്നതും പുണ്യം തന്നെയല്ലേ, അപ്പോൾ അത് രണ്ടും സമാനം തന്നെയാണോ എന്ന ചോദ്യത്തിന് പ്രവാചകന്റെ വാക്ക് മൻ തവല്ലഅ യൗമുൽ ജുമഅ ഫബിഹാ നിഅമത്. വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരാൾ വുളു ഉണ്ടാക്കുക എന്നത് പുണ്യമാണ്, നിഅമത്താണ്, അനുഗ്രഹമാണ്. എന്നാൽ വമൻ യഗ്തസല ഫൽ ഗസ്ലു അഫ്ളൽ, എന്നാൽ ജുമഅക്ക് വേണ്ടി ഒരാൾ കുളിച്ചു വരിക എന്നത് വുളുവിനെ പോലെയല്ല, അതിനേക്കാളും ശ്രേഷ്ഠകരവും പുണ്യകർമ്മവുമാണ്. സഹാബാക്കളിൽ സാധാരണ മനുഷ്യരുണ്ടായിട്ടുണ്ടല്ലോ. അവരിൽ ചില ആളുകൾ അവരുടെ ജോലിയുടെ ഭാഗമായി രാവിലെ വീട്ടിൽ നിന്നിറങ്ങും. ആ കൂലിപ്പണിക്ക് അവർ ധരിച്ച അതേ വേഷവുമായി അവർ പള്ളിയിലേക്ക് വരുന്നത് കണ്ടപ്പോ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ ആ ജോലി ചെയ്യുന്ന നല്ലവരായ സഹോദരങ്ങളോട് പറഞ്ഞൊരു വാക്കുണ്ട്. അവരെ വിളിച്ചുകൊണ്ട് ഫഖീല ലഹും, നമ്മുടെ ഉമ്മ അവരോട് ചോദിക്കാൻ, ലവഗ്തസൽതും, എടോ നിങ്ങൾക്കൊന്ന് പള്ളിയിലേക്ക് കുളിച്ചൊന്ന് വരികയാണെങ്കിൽ എത്ര ശ്രേഷ്ഠകരമായിരുന്നു. നിങ്ങൾ ജോലി ചെയ്യുന്ന അതേ വേഷത്തിൽ അതേ രൂപത്തിൽ നിങ്ങൾ ജുമഅക്ക് പള്ളിയിലേക്ക് പോവുക എന്നത് ഒരു കല്യാണത്തിന് ചെയ്യുകയില്ലല്ലോ, ഒരു സൽക്കാരത്തിന് ചെയ്യുകയില്ലല്ലോ. ഇത് അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് അള്ളാഹു വിളിച്ച വിളിക്കുത്തരം നൽകി വെള്ളിയാഴ്ച ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസം അള്ളാഹുവിനോടുള്ള ആദരവിന്റെ ഭാഗമായി നമ്മൾ വരുമ്പോൾ ആ കുളിച്ചു വരിക എന്നത് പ്രത്യേകം പുണ്യമാക്കപ്പെട്ട ദിവസമാണ് വെള്ളിയാഴ്ച എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതിന്റെ കൂടെ കുളിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കൂടെ നമ്മൾ സുന്നത്തായി പാലിക്കേണ്ട രണ്ടാമത്തെ കാര്യമായി ഹദീസിൽ തന്നെ വന്നു, വസ്സിവാക്, കുളി മാത്രം പോരാ, ദന്തശുദ്ധി വരുത്തുകയും വേണം. എന്തുകൊണ്ടാണ് പ്രവാചകൻ പറയാൻ കാരണമെന്നറിയുമോ? ഒരു ആരാധന മാത്രമല്ല ജുമഅ. നൂറുകണക്കിന് വിശ്വാസികൾ ഒരുമിച്ച് ചേരുകയാണ്, പള്ളിയിൽ ഒരുമിച്ച് ചേരുകയാണ്. ഇനി അവർക്ക് സംസാരിക്കാനുണ്ട്. കഴിഞ്ഞതിന് ശേഷം നാട്ടുകാര്യങ്ങൾ സംസാരിക്കും, കുടുംബകാര്യങ്ങൾ സംസാരിക്കും, ആശുപത്രി വിശേഷങ്ങൾ സംസാരിക്കും, ദീനിയായ പരസ്പര സൗഹൃദങ്ങളും ആലിംഗനമൊക്കെ ഉണ്ടാകും. അവിടെ എല്ലാവർക്കും സന്തോഷം നൽകുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങളായിരിക്കണം ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് നമ്മൾ വെള്ളിയാഴ്ച ദിവസം ദന്തശുദ്ധി വരുത്തുക എന്നത് പ്രത്യേകമായി പുണ്യമാക്കപ്പെട്ടു. ഈ ദിവസം അള്ളാഹുവിന്റെ വാക്ക്, വല്ലാഹു യുഹിബ്ബുത് തവ്വാബീൻ വയുഹിബ്ബുൽ മുതത്വഹിരീൻ, അള്ളാഹുവിന് പശ്ചാത്തപിക്കുന്നവരെയും ശുദ്ധിയോടുകൂടി വരുന്നവരെയും അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് എന്ന് പറയുന്നവരാണ് ജുമഅക്ക് വരുന്ന ഓരോ ആളുകളും. സഹോദരങ്ങളെ, ഇത് വൃത്തിയുടെ കാര്യമാണ് എങ്കിൽ നമ്മൾ പള്ളിയിലേക്ക് എത്തുന്നതിനെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് ലബിസ മിൻ അഹ്സനി സിയാബി. നമ്മുടെ ജീവിതത്തിൽ വെള്ളിയാഴ്ച പള്ളിയിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾക്ക് കഴിയുമെങ്കിൽ നമ്മൾക്ക് ഏറ്റവും നല്ല വസ്ത്രമാണ് നമ്മൾ ധരിക്കേണ്ടത് എന്നതാണ്. എന്താണ് ഏറ്റവും നല്ല വസ്ത്രം എന്ന് പറഞ്ഞാൽ, ഏത് വസ്ത്രവും ഇസ്ലാമികമായി അനുവദിക്കപ്പെട്ട ഏത് വസ്ത്രവും നമ്മൾക്ക് ധരിക്കാം. അതിൽ അബിയൽ എന്നതുള്ളത്, വെള്ള എന്നുള്ളത് പ്രത്യേകമായ അത്ഹറാണ്, അഫ്ളലാണ്, പ്രത്യേക പുണ്യവും പ്രത്യേക സുന്നത്തുമാണ്. എന്നാൽ ഏത് വസ്ത്രവും നമ്മൾക്ക് ധരിക്കാം. പക്ഷേ വെള്ളിയാഴ്ച ദിവസം നമ്മൾ പ്രത്യേകമായി വസ്ത്രം ധരിച്ചു വരിക എന്നത് ശ്രേഷ്ഠകരമായ ഒരു പുണ്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറി ഖുത്ബ പറയാൻ. ആ സമയത്ത് ചില മനുഷ്യർ, ചില വ്യക്തികൾ ഖുത്ബക്ക് വന്നത് അലങ്കോലമായ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് പഴകിയ വസ്ത്രം പോലെ പ്രവാചകന് തോന്നിയപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരോടുമായി പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്ക് സഹോദരങ്ങളെ, നമ്മൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ നമ്മളും നമ്മുടെ കുടുംബവും കഴിയുന്ന ആളുകൾ ജീവിതത്തിൽ പകർത്തേണ്ടത് ഇപ്രകാരമാണ്. പ്രവാചകന്റെ വാക്ക്, മാ അലാ അഹദിക്കും ഇൻ വജദ സഅതൻ, നമ്മളിൽ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ എന്തിന് അയ്യത്തഖിദ സൗബൈനി ലിജുമഅതിഹി സിവാ സൗബൈ മിഹ്നതി, ജീവിതത്തിൽ വെള്ളിയാഴ്ചക്ക് വേണ്ടി മാത്രം ഒന്നോ രണ്ടോ വസ്ത്രങ്ങൾ നിങ്ങൾക്ക് വാങ്ങിവെക്കാൻ കഴിയുമെങ്കിൽ, സാധാരണ ഉപയോഗത്തിന് വേണ്ടി ഉപയോഗിക്കാത്ത ഒന്നോ രണ്ടോ വസ്ത്രങ്ങൾ
നമ്മൾ വെള്ളിയാഴ്ചക്ക് വേണ്ടി മാത്രം വാങ്ങിവെക്കാൻ പറ്റുമെങ്കിൽ പ്രവാചകൻ പറയാൻ നിങ്ങൾ അങ്ങനെ ചെയ്യണം കേട്ടോ. പ്രവാചകൻ അത് പറയുന്നത് ദാരിദ്ര്യത്തിന്റെ പടുകുടിയിലുള്ള സഹാബാക്കളോടാണ്. എന്ത് സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു വെള്ള ഷർട്ടോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നല്ല ഭംഗിയുള്ള ഒരു ഷർട്ടോ വേഷമോ നമ്മൾക്ക് വെള്ളിയാഴ്ചക്ക് മാത്രമായിട്ട് വാങ്ങാൻ സാമ്പത്തിക ശേഷിയുണ്ടെങ്കിൽ പ്രവാചകൻ പറഞ്ഞു അങ്ങനെ ചെയ്യുന്നത്, പർദ്ദ ധരിക്കുന്ന സഹോദരിമാർ അങ്ങനെ ചെയ്യുന്നത് ഇസ്ലാമികപരമായി പുണ്യമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. എന്തുകൊണ്ടായിരിക്കും സഹോദരങ്ങളെ? അതിന് പ്രത്യേകമായി നമ്മൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാകും. നമ്മുടെ മുൻഗാമികളായ നമ്മുടെ വെല്ലിപ്പമാരൊക്കെ ഇത് ജീവിതത്തിൽ പകർത്തിയ നമ്മൾക്ക് പലപ്പോഴും കാണാൻ കഴിയും. സൂപ്രൈറ്റ് മുക്കി, നീലം മുക്കി, വെള്ള വസ്ത്രങ്ങൾ അവർ ഇസ്തിരിയിട്ട് തലേ ദിവസം ഇത് കല്യാണത്തിടുകയല്ലേ എന്ന് ചോദിക്കുമ്പോ നമ്മുടെ ബാപ്പയും നമ്മുടെ വെല്ലിപ്പമാരും പറയുമായിരുന്നു, അതെടുക്കണ്ട, അത് ഞാൻ ജുമാക്കിടുന്ന വസ്ത്രമാണ്. അത് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ, ഉസ്താദുമാരിൽ നിന്ന് കിട്ടിയ ദീനിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മുൻഗാമികൾ കൊണ്ടു നടന്നതാണ്. സഹോദരങ്ങളെ, എന്തുകൊണ്ടായിരിക്കും പ്രവാചകൻ ഇത് പറയാനുള്ള കാരണം? അതിന് കാരണം, എനിക്ക് വെള്ളിയാഴ്ചക്കൊരു പ്രത്യേക വസ്ത്രം ഉണ്ട് എങ്കിൽ ആ വെള്ളിയാഴ്ചയെ ഞാൻ തലേന്ന് മുതൽ ആലോചിക്കും. അന്നത്തെ സുബഹി മുതൽ എന്റെ ജീവിതത്തിൽ വെള്ളിയാഴ്ചത്തെ സുബയുടെ ശ്രേഷ്ഠത ഖുത്ബയിൽ കേട്ടത് ഞാൻ ആലോചിക്കും. വെള്ളിയാഴ്ചക്ക് ഞാൻ വരുമ്പോൾ ഈ പറയുന്ന മുഴുവൻ സുന്നത്തും ഞാൻ എന്റെ ജീവിതത്തിൽ പ്രായോഗികമായി പുലർത്തും. ഞാനൊരു പ്രത്യേകമായി വെള്ളിയാഴ്ച ദിവസം എനിക്ക് പ്രത്യേകമായി വസ്ത്രമുണ്ട് എന്നത് എന്റെ ഭാര്യയും എന്റെ കുട്ടിയും അറിയും. അത് എന്നോടുള്ള ആദരവും ദീനിനോടുള്ള ബഹുമാനവും എന്റെ മക്കൾ അത് തുടർന്ന് അതേ ദീനിന്റെ ഭാഗമായി പുലർത്തുകയും അതിന്റെ കൂലി പോലും എനിക്ക് ലഭിക്കുകയും ചെയ്യും. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ കാര്യം പാലിക്കാൻ കഴിയുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ അത് പരമാവധി ചെയ്യുവാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ ലോകത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തുക്കളെ എണ്ണിയ കൂട്ടത്തിൽ പ്രവാചകൻ എണ്ണിയ കാര്യമാണ് അത്തീബു, സുഗന്ധമെന്നത്. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ആർക്കെങ്കിലും നിങ്ങൾ സുഗന്ധം നൽകുകയാണെങ്കിൽ, ആരെങ്കിലും നിങ്ങൾക്ക് സുഗന്ധം നൽകുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മടക്കി അയക്കരുത്. കാരണം അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്. സമ്മാനങ്ങളിൽ പ്രവാചകൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്മാനമാണ് അത്തീബ്, സുഗന്ധമെന്നത്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യമുസ്സു മിൻ അത്തീബി മാ ഖദറ അലൈ. വെള്ളിയാഴ്ച നിങ്ങൾ പള്ളിയിലേക്ക് വരുമ്പോ ശുദ്ധീകരണം നടത്തി, ദന്തശുദ്ധീകരണം നടത്തി, കുളിച്ചു വൃത്തിയായി നല്ല വസ്ത്രം ധരിച്ച് അതിൽ നിങ്ങൾ സുഗന്ധം പൂശുകയാണ് എങ്കിൽ അവിടെയും നിങ്ങൾക്ക് പ്രതിഫലങ്ങളുടെ വർധനവ് ലഭിക്കും. പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കാൻ ആ പള്ളിയിലും ആ പരിസരങ്ങളിലും നിങ്ങളുടെ സുഗന്ധം ഇസ്ലാമികമായി പ്രസരിക്കുന്നു എന്നാണ് പ്രവാചകന്റെ വാക്ക്. മസ്സമിനത്തീബി ഇൻ കാന ഇൻദ, നിങ്ങളുടെ കയ്യിൽ ചെറിയതാണ്, ഏറ്റവും ചെറിയ, അധികമൊന്നും വിലയില്ലാത്ത സുഗന്ധമാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എങ്കിൽ പോലും അത് പുരട്ടി വരിക എന്നത് ഇസ്ലാമികമായി വെള്ളിയാഴ്ചയുടെ സുന്നത്തിൽപ്പെട്ടതാണ്. സഹോദരങ്ങളെ, ഈ പറഞ്ഞതെല്ലാം സാധാരണ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന സ്വാഭാവിക കാര്യങ്ങളാണ്. കുളിക്കാത്തവരായി ആരുമില്ല, പല്ല് തേക്കാത്തവരായി ആരുമില്ല, നല്ല വസ്ത്രം ധരിക്കാത്തവരായി ആരുമില്ല, സുഗന്ധം പൂശാത്തവരുമായി ആരുമില്ല. പക്ഷേ വെള്ളിയാഴ്ച നമ്മൾക്കിതിന്റെ പുണ്യം ലഭിക്കണമെങ്കിൽ പ്രത്യേകമായി നമ്മുടെ മനസ്സിൽ നീയത്തുണ്ടാകണം, ഇത് മനസ്സിലുണ്ടാകണം. വെള്ളിയാഴ്ച ഞാൻ കുളിക്കുമ്പോൾ വെള്ളിയാഴ്ചയുടെ സുന്നത്തെന്നത് മനസ്സിലുണ്ടാകണം. വെള്ളിയാഴ്ച ഞാൻ പല്ല് തേക്കുമ്പോൾ അതിന്റെ സുന്നത്തായി മനസ്സിലുണ്ടാകണം. വെള്ളിയാഴ്ച ഞാൻ വസ്ത്രം ധരിക്കുമ്പോൾ ഞാൻ വെള്ളിയാഴ്ചയുടെ സുന്നത്തായി മനസ്സിലുണ്ടാകണം. വെള്ളിയാഴ്ച ഞാൻ അത്തർ ഉപയോഗിക്കുമ്പോൾ വെള്ളിയാഴ്ചയുടെ പുണ്യമായി മനസ്സിൽ നീയത്തുണ്ടായാലാണ് ഇത് പുണ്യകരമായി മാറുക. അപ്പോൾ നീയത്തുണ്ടാകണമെങ്കിൽ ഓർമ്മയുണ്ടാകണം. ഓർമ്മയുള്ള ഒരാൾക്ക് വെള്ളിയാഴ്ചയുടെ മുഴുവൻ പുണ്യങ്ങളും കരസ്ഥമാക്കാൻ കഴിയും. പ്രവാചകൻ ഒരൊറ്റ ഹദീസിൽ ഈ പറഞ്ഞ മുഴുവൻ പുണ്യകർമ്മങ്ങളും ഒന്നിച്ചു ചേർത്ത് പറഞ്ഞു. ലാ യഗ്തസിൽ റജുൽ യൗമൽ ജുമുഅ, ജുമുഅക്കൊരാൾ കുളിക്കുന്നു, വയതതഹറു മസ്തതഅ മിൻ തുഹ്രിൻ, കഴിവിന്റെ പരമാവധി അയാൾ ശുദ്ധമാക്കുന്നു, വയദ്ദഹിരു മിൻ ദുഹ്നിഹി, അദ്ദേഹം തന്റെ തലമുടികൾ എണ്ണ തേച്ച് ഏറ്റവും ഭംഗിയാക്കി അദ്ദേഹം മുടി ചീകി ഒതുക്കി വെക്കുന്നു. ഔ യമസ്സു മിൻ തീബി ബൈതിഹി തുമ്മ യഖ്റുജ്, വീട്ടിലുള്ള ഏതെങ്കിലും സുഗന്ധം അയാൾ ഉപയോഗിക്കുന്നു, എന്നിട്ട് അയാൾ ജുമുഅക്ക് വരുന്നു. ഫലാ യുഫർരിഖു ബൈന ഇസ്നതൈൻ, വെള്ളിയാഴ്ച ജുമുഅക്ക് വന്ന് ആളുകൾക്കിടയിൽ മുന്നിലേക്ക് ആളുകളെ ചകഞ്ഞു മാറ്റി പോകാതെ
ഏറ്റവും നല്ല സ്ഥലത്ത് അദ്ദേഹം ഇരിക്കുന്നു. സുമ്മ യുസല്ലി മാ കുതിബ ലഹു, എന്നിട്ട് അയാൾ നമസ്കരിക്കുന്നു. പിന്നീട് അദ്ദേഹം ഖുത്ബ ശ്രദ്ധിച്ചതിന് ശേഷം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ അയാൾക്കാണ് ഒരു ജുമഅ മുതൽ അടുത്ത ജുമഅ വരെ മുകഫ്ഫറാത്തുൻ മാ ബൈനഹുന്ന എന്ന പ്രതിഫലം, പാപമോചനം അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത്. സഹോദരങ്ങളെ, ഈ പുണ്യം നമ്മൾക്ക് കരസ്ഥമാക്കാൻ കഴിയണം. ഇതാണ് ഒന്നാമത്തെ ഭാഗമായി ജുമഅയുടെ ആദാബുകൾ പറഞ്ഞത്. അതിന്റെ ശേഷം പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ പള്ളിയിലേക്ക് വരികയാണെങ്കിൽ പല രൂപത്തിലും വരും. ഒരുപാട് ദൂരെയുള്ള ആളുകൾ വാഹനങ്ങളിലാണ് വരിക, ഒരുപാട് അടുത്തുള്ള ആളുകളും വാഹനത്തിൽ വരും. നടന്നു വരുന്നവരുണ്ട്, പല രൂപത്തിൽ വരുന്നവരുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിഷയത്തിൽ നമ്മളോട് പറഞ്ഞ ഒരു മര്യാദയുണ്ട്. പ്രവാചകന്റെ വാക്ക്, അഅദമുന്നാസി അജ്റൻ ഫി സ്വലാത്തി അബ്അദുഹും വഅബ്അദുഹും മംശാ. നിങ്ങൾ ഈ വരുന്നവരിൽ അല്ലാഹുവിന് ഏറ്റവും പ്രിയം, കഴിയുമെങ്കിൽ സാഹചര്യം അനുകൂലമാണെങ്കിൽ നടന്നു വരികയാണ് ജുമഅക്കും ജമാഅത്തിനും നല്ലത്. അനുകൂലമാണെങ്കിൽ മുതിർന്ന ആളുകളെ കൊണ്ടുവരാനുണ്ടെങ്കിൽ, കുടുംബസമേതം ദൂരെ നിന്നാണ് വരുന്നതെങ്കിൽ ഇതിന് സാധിച്ചു കൊള്ളണമെന്നില്ല. അപ്പോൾ അവരെ കൊണ്ടുവന്നതിന്റെ കൂലിയുണ്ടാകും. എന്നാൽ നടന്നു വരാൻ കഴിയുമെങ്കിൽ നമ്മൾ അങ്ങനെയാണ് വരേണ്ടത്. അതാണ് ഏറ്റവും ശ്രേഷ്ഠം. എന്തുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞെന്നറിയുമോ? സഹാബാക്കൾ ചോദിച്ചു, എന്തേ നബി അങ്ങനെ പറയാൻ കാരണം? അപ്പൊ ഒരു സഹാബി പറഞ്ഞു, ഞാൻ പ്രവാചകൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്ത്? മൻ ഇഗ്ബറത് ഖദമാഹു ഫീ സബീലില്ലാഹ് ഹറമഹുല്ലാഹു അലന്നാർ. ഒരാൾ പള്ളിയിലേക്ക് ജുമഅക്ക് നടന്നുകൊണ്ടാണ് വരുന്നതെങ്കിൽ ആ കാലുകൾക്ക് നരകത്തിൽ നിന്ന് മോചനമുണ്ടാകും എന്ന് പ്രവാചകൻ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്. സഹോദരങ്ങളെ, അങ്ങനെ ചെയ്യാൻ കഴിയുന്നവർ, തൊട്ടടുത്താണ് വീടെങ്കിൽ കുടുംബസമേതം മക്കളുടെ കൈപിടിച്ച് ഭാര്യയോടൊപ്പം ഒന്നിച്ചാണ് ജുമഅക്ക് നടന്നു വരാൻ കഴിയുന്നവരങ്ങനെ ചെയ്യുക. അല്ല, മുതിർന്നവരെ കൊണ്ടുവരാനുണ്ടെങ്കിൽ അവരെ വാഹനത്തിൽ കൊണ്ടുവരുന്നതിനും ഇസ്ലാമികപരമായി പുണ്യമുണ്ട് എന്ന് മനസ്സിലാക്കുക. പള്ളിയിലേക്ക് പ്രവേശിച്ചു പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഒരു സഹാബി പ്രവാചകൻ ഖുത്ബ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം നേരെ വന്നിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു അദബ് പഠിപ്പിക്കുകയാണ്. പ്രവാചകൻ മിമ്പറിൽ നിന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, അസല്ലൈത യാ ഫുലാൻ, നോക്കൂ, നീ 2 റക്അത്ത് തഹയ്യത്ത് നിസ്കരിച്ചോ? അദ്ദേഹം പറഞ്ഞു, ലാ യാ റസൂലല്ലാഹ്, റസൂലുള്ളാഹി നിസ്കരിച്ചിട്ടില്ല. പ്രവാചകന്റെ വാക്ക്, ഖും, എങ്കിൽ എഴുന്നേൽക്കണം. ഫർഖ, 2 റക്അത്ത് നിസ്കരിച്ചതിന് ശേഷം ഇരിക്കണം. ജുമഅക്ക് മുമ്പ് നമ്മൾ എത്തുകയാണ് എങ്കിൽ 2 റക്അത്ത് തഹയ്യത്ത് നിസ്കരിച്ചതിന് ശേഷമാണ് പള്ളിയിൽ ഇരിക്കേണ്ടത്. ജുമഅക്ക് ശേഷമാണ് എത്തുന്നതെങ്കിൽ ജുമഅ കേൾക്കുക എന്നതാണ് ഏറ്റവും അഫ്ളൽ. ആ സമയത്ത് ജുമഅ കേൾക്കൽ ഫർളും മറ്റേത് സുന്നത്തുമായതുകൊണ്ട് ഖുത്ബയ്ക്ക് വേണ്ടി ഇരിക്കുക എന്നതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. സഹോദരങ്ങളെ, അതിനുശേഷം പള്ളിയിൽ നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാ കർമ്മമാണ്. പരിശുദ്ധ ഖുർആനിലെ 18-ാമത്തെ അധ്യായം സൂറത്ത് കഹ്ഫ് നമ്മൾ പാരായണം ചെയ്യുക എന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 ലോകത്തെ പ്രകാശവുമായി ബന്ധിപ്പിച്ച വാക്കുകളാണ് സൂറത്ത് കഹ്ഫ് ഓതുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. പ്രവാചകൻ ഒന്നാമത് പറഞ്ഞത്, വിശ്വാസികളായ നമ്മൾ മൻ ഖറഅ സൂറത്ത് കഹ്ഫ് ഫീ യൗമിൽ ജുമുഅ, ഒരാൾ വെള്ളിയാഴ്ച ദിവസം സൂറത്തു കഹ്ഫ് വെള്ളിയാഴ്ച ദിവസം പാരായണം ചെയ്തെങ്കിൽ അല്ലാഹു ലഹു മിനൻ നൂരി മാ ബൈനൽ ജുമുഅത്തൈൻ, ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ അയാൾക്ക് അല്ലാഹുവിന്റെ പ്രകാശം, ഹിദായത്തിന്റെ വെളിച്ചം അയാൾക്ക് അല്ലാഹു നൽകിക്കൊണ്ടിരിക്കും. ഈ ദുനിയാവിൽ മാത്രാണോ? അല്ല. രണ്ടാമത് വീണ്ടും നബി പറയാൻ, സതഅലഹു നൂറും മിൻ തഹ്തി ഖദമിഹി ഇലാ ഇനാനിസ് സമാ യുളീഉ ലഹു യൗമൽ ഖിയാമ, കാൽപാദം മുതൽ ആകാശം വരെ അയാളെ അല്ലാഹു പ്രകാശത്തിൽ പൊതിഞ്ഞു വെക്കും. എവിടെ? പരലോകത്ത്. ഒരിറ്റ് നന്മയ്ക്ക് വേണ്ടി യാചിക്കുന്ന ലോകത്ത്, വിയർപ്പുതുള്ളികളിൽ പൊതിഞ്ഞു നിൽക്കുന്ന ലോകത്ത്, ഏതെങ്കിലും ഒരു നന്മ കൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി യാചിക്കുന്ന സമയത്ത് വെള്ളിയാഴ്ച ദിവസം നമ്മൾ പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് കഹ്ഫ് ഓതിയതിന്റെ നന്മയുടെ വെളിച്ചവുമായി സ്വർഗത്തിലേക്ക് പോകാൻ കഴിയണം. നമ്മുടെ പള്ളി അൽഹംദുലില്ലാഹ്, പള്ളികൾ ജുമുഅ തുടങ്ങുമ്പോഴേക്കും നിറയുന്നു. ഒരുപാട് ആളുകൾ സൂറത്ത് കഹ്ഫ് ഓതുന്നുണ്ട്. ഓതാതെ ഇതിന്റെ പുണ്യങ്ങൾ അറിയാത്തവരുമുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ ഈ നാട്ടിന് മാതൃകയുള്ള ആളുകളാണ്. എല്ലാവരും ജുമുഅക്ക് മുമ്പായി വരുന്ന മുഴുവൻ ആളുകളും സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് സൂറത്ത് കഹ്ഫ് ഓതിക്കൊണ്ട് വേണം നമ്മൾ ഖുത്ബയെ സ്വീകരിക്കാൻ. പള്ളിയിലേക്ക് വരിക, തഹിയ്യത്ത് നമസ്കരിക്കുക, സൂറത്ത് കഹ്ഫ് ഓതുക, എന്നിട്ട് ഖതീബ് മിമ്പറിലേക്ക് കയറുമ്പോഴേക്കും അത് ഏകദേശം അവസാനിപ്പിക്കുക. അങ്ങനെ ഒരു സംസ്കാരം വന്നാൽ മക്കളത് കാണും.
പേരക്കുട്ടികളത് കാണും. നമ്മുടെ മഹല്ല്, കേരളത്തിലെ എല്ലാ മഹല്ലുകളും ജുമഅയെ സ്വീകരിക്കേണ്ടത് അങ്ങനെയാകണം. സഹോദരിമാരും അങ്ങനെയാകണം. കണ്ണട വെച്ചാൽ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. ഞാൻ ഈ പ്രായത്തിൽ പള്ളിയിൽ നിന്ന് ഓതുമ്പോ കണ്ണട വെച്ച് ഓതേണ്ടി വരും. കണ്ണട വെച്ചാൽ പ്രായം തോന്നിക്കും എന്ന കാരണം കൊണ്ട് മാത്രം പള്ളിയിൽ നിന്ന് കഹ്ഫ് ഓതാത്ത സഹോദരിമാരിൽ ചിലരെങ്കിലും ഉണ്ട്. സഹോദരിമാരെ, പ്രായവും പ്രായത്തിന്റെ പക്വതയുമൊക്കെ നമ്മൾക്ക് അറിയുന്നതിനേക്കാൾ അള്ളാഹുവിനറിയാം. നമ്മൾക്ക് കിട്ടുന്ന കൂലി നമ്മൾ നഷ്ടപ്പെടുത്തിക്കൂടാ. ഇതാണ് അദബായി, മര്യാദയായി അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ഏതാനും കാര്യങ്ങൾ. ഈ പഠിപ്പിച്ച കൂട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 കാര്യങ്ങൾ നമ്മളോട് നിരോധിക്കുകയുമുണ്ടായി. വെള്ളിയാഴ്ച ദിവസം വൃത്തിയും ശുദ്ധിയും സുഗന്ധവും നല്ല വേഷവും പള്ളിയിലേക്ക് വരലും തഹിയ്യത്ത് നമസ്കാരവും സൂറത്ത് കഹ്ഫും ഒക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നന്മയായി പുണ്യമായി പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ തന്നെ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വെള്ളിയാഴ്ച ഒഴിവാക്കണമെന്നും പറഞ്ഞു. അതിലൊന്ന്, വെള്ളിയാഴ്ച ജുമഅ എന്നത് നഷ്ടപ്പെട്ടുകൂടാ എന്നതാണ് ഒന്നാമത്തേത്. സഹോദരങ്ങളെ, ജുമഅക്കൊരാൾ പങ്കെടുക്കുക എന്നത് മുസ്ലിമായ, ഇസ്ലാമികമായി പ്രായപൂർത്തിയായ, നാട്ടിലുള്ള ബുദ്ധിയുള്ള പുരുഷനായ ഒരു വ്യക്തിക്ക് ജുമഅയിൽ പങ്കെടുക്കുക എന്നത് ഫർളു ഐനാണ്. ഫർളു ഐൻ എന്ന് പറഞ്ഞാൽ ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റം കിട്ടുന്ന കാര്യമാണ്. ആരെങ്കിലും പങ്കെടുക്കുന്നത് കൊണ്ട് അതിൽ നിന്ന് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്ന ഫർളു കിഫായയല്ല, മയ്യത്ത് നിസ്കാരമല്ല. ജുമഅ ഫർളു ഐനാണ്. മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി പങ്കെടുത്താലേ അയാൾ അള്ളാഹു മുസ്ലിമായി പരിഗണിക്കൊള്ളൂ. നമ്മുടെ കൂട്ടത്തിൽ വിശ്വാസികളായ നമ്മൾ ജുമഅക്ക് പങ്കെടുത്താലേ ആ വിഷയത്തിൽ അള്ളാഹു മുസ്ലിമായി പരിഗണിക്കൊള്ളൂ. ഇത് ഫർള് ഐൻ ആർക്കൊക്കെ ഉണ്ട്? നമുക്ക് മാത്രമാണോ? അല്ല, മറിച്ചോ നമ്മൾക്ക് ഫർള് ഐനാണ്. നമ്മുടെ പേരക്കുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടുണ്ടെങ്കിൽ അവന് ഫർളാണ്. നമ്മുടെ മരുമകന് ഫർളാണ്. നമ്മുടെ മക്കൾക്ക് ഫർളാണ്. ഇസ്ലാം പറഞ്ഞ ഈ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ആ ജുമഅ വേറെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നഷ്ടപ്പെടുത്തിക്കൂടാ എന്നതാണ് ഏറ്റവും പ്രധാനം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മിമ്പറിൽ നിന്ന് ഖുത്ബയുടെ പുറമെ ചില കാര്യങ്ങളെ മിമ്പർമ കയറി പറയാറുള്ളൂ. ചില കാര്യങ്ങളെ നബി നിസ്കാരം പഠിപ്പിച്ച മിമ്പർമെന്നാണ്. ചില കാര്യങ്ങളെ നബി മിമ്പർമെന്ന് പറയാറുള്ളൂ. അങ്ങനെ പറഞ്ഞൊരു വാക്കെന്താ അറിയോ? ലയൻതഹിയന്ന അഖ്വാമുൻ അൻ വദ്ഇഹിം അൽ ജുമഅത്ത്. ചില ആൾക്കാരുണ്ട്, നബി പറയാണ്, ഓല് ജുമഅനെ കുറച്ച് നിസ്സാരമാക്കിയിട്ട് ഇടക്കിടക്കൊക്കെ ഓലിങ്ങനെ അങ്ങാടി പോയി ഇങ്ങനെ നിൽക്കുക, എന്നിട്ട് ഇങ്ങനെ ജുമഅ നഷ്ടപ്പെടുക, വീട്ടിൽ പോയി കിടന്നുറങ്ങുക, ചിലപ്പോൾ ജുമഅ നഷ്ടപ്പെടുക, ആ സമയത്ത് പ്രത്യേകമായി യാത്ര പോകുക, എന്നിട്ട് ജുമഅ നഷ്ടപ്പെടുക. ഈ പരിപാടി അവസാനിപ്പിക്കണം കേട്ടോ. നബിന്റെ വാക്ക്, അടുത്ത വാക്കെന്നറിയോ? ഔ ലയഖ്തമന്നല്ലാഹു അലാ ഖുലൂബിഹിം. അവരെ നിർത്തിയിട്ടില്ലെങ്കിൽ പടച്ചോൻ അവരുടെ ഹൃദയത്തിൽ സീല് വെക്കും. സുമ്മ ലയകൂനന്ന മിനൽ ഗാഫിലീൻ. പിന്നെ അവിടെ ഹൃദയത്തിലേക്ക് ഈമാൻ കയറാൻ നല്ല പ്രയാസമായിരിക്കും. സഹോദരങ്ങളെ, ഇത് നമ്മൾ ശരിക്ക് കേൾക്കേണ്ട ഒരു വാക്കാണ്. പലപ്പോഴും ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതുവരെ നമ്മൾ അള്ളാഹിനോട് തേടിയതിൽ നിന്ന് മാറി ജുമഅക്ക് നമ്മൾക്ക് പലപ്പോഴും മിസ്സാകുന്നതൊക്കെ ചിലരിലെങ്കിലും കാണാം. എന്തേ? തിരക്കായിട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ കഴിഞ്ഞില്ല മൗലവി. പണിക്കാരങ്ങനെ നിർത്തിയോടുന്ന് ഞാൻ പോന്ന ചിലപ്പോൾ കള്ളത്തരം കാട്ടോ എന്നുള്ളതുകൊണ്ട് ഞാൻ അവിടെ നിന്നു. അങ്ങനെ വൈകി ജുമഅ മിസ്സായി മൗലവി. ഞാൻ സ്ഥിരം വരുന്നതാണ്. ഇന്നൊരു ചെറിയൊരു മീറ്റിംഗ് ഉണ്ടായി, അതിൽ പെട്ടാ പിന്നെ അവന്റെ ഇടയിൽ നിന്ന് പോരാൻ പറ്റൂലല്ലോ, നട്ടായി. സഹോദരങ്ങളെ, അവരാരും പരലോകത്തുണ്ടാവില്ല. ഇത് നമ്മുടെ ഫർള് ഐനാണ്. ഇത് നമ്മുടെ ഫർള് ഐനാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കെന്തറിയോ? മൻ തറക സലാസ ജുമഅത്ത് മിൻ ഗൈരി ഉദ്രിൻ. ഒരു കാരണമല്ലാതെ ജീവിതത്തിൽ 1, 2, 3 ജുമഅക്ക് നഷ്ടപ്പെടുത്തിയ ആൾക്കാരുണ്ടല്ലോ. കുതിബ മിനൽ മുനാഫിഖീൻ. പടച്ചോനാരെ, മുഅ്മിനുകളുടെ സ്ഥാനത്തുനിന്ന് തൗഹീദുള്ള മദ്രസയിൽ പഠിച്ച് നല്ലൊരു മഹല്ലിൽ ജീവിച്ചവരെ അല്ലാഹ് മുനാഫിക്കുകളുടെ ലിസ്റ്റിൽ അല്ലാഹ് പെടുത്തും. പിന്നെ തിരിച്ചു വരാൻ കഴിയില്ല. സഹോദരങ്ങളെ, ഇത് എന്തിനു വേണ്ടിയാ പറയണറിയോ? മക്കൾക്ക്, ഗൾഫിലുള്ള മക്കൾക്കും, ഗൾഫ് എന്ന് ഉദ്ദേശിക്കുന്നത് അറബി നാടുകളല്ല പറഞ്ഞത്, വിദേശത്തുള്ള മക്കൾക്കും അവരവന്റെ പേരക്കുട്ടികൾക്കൊക്കെ ഫോൺ ചെയ്യും. മക്കളോട് പറയണം, മക്കളെ ജുമഅക്ക് പോണട്ടോ, നട്ടാകരുതിട്ടോ, അതിനെന്തെങ്കിലും യാത്രാ പത്തുണ്ടെങ്കിൽ ബാപ്പ തരുട്ടോ, ജുമഅ പോകരുതിട്ടോ, അത് ഫർളാണ് ട്ടോ. നമ്മുടെ പെൺകുട്ടികളെയും കൊണ്ടുവരണം.
നമ്മുടെ മരുമക്കളെയും കൊണ്ടുവരണം. ജുമുഅ എന്നത് നമ്മുടെ ജീവിതത്തിന്റെ പ്രധാന ഒരു അജണ്ടയായി മാറണം. ജുമുഅ നഷ്ടപ്പെട്ടുകൂടാ എന്ന് തീരുമാനിക്കാൻ കഴിയണം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, അടിയന്തിരമില്ലെങ്കിൽ, അടിയന്തരമല്ലാത്തതാണെങ്കിൽ വെള്ളിയാഴ്ച മാത്രമായിട്ടുള്ള യാത്ര കറാഹത്താണ്, ഒരു വേള ഹറാമാണ്. ജുമുഅ നഷ്ടപ്പെടുന്ന രൂപത്തിലെ അടിയന്തരമല്ലാത്തൊരു കാര്യത്തിന് ജുമുഅ നഷ്ടപ്പെടുന്ന രൂപത്തിൽ വെള്ളിയാഴ്ച മാത്രമായിട്ട് ഒരാൾ യാത്ര പോകുകയാണെങ്കിൽ കറാഹത്തിന്റെ ഏറ്റവും ഉന്നതിയിലും ഹറാമിലേക്ക് എത്തും ആ യാത്ര എന്ന് പറയാൻ കാരണം അതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾക്ക് ആരോഗ്യമുണ്ട്, നമ്മൾക്ക് സ്വബോധമുണ്ട്, നമ്മൾ ജുമുഅയിൽ പങ്കെടുക്കണം, യാത്രക്കാരനല്ലെങ്കിൽ. രണ്ടാമത്തെ തെറ്റെന്താ അറിയോ? പ്രവാചകൻ ഒരിക്കൽ പോലും നിങ്ങളുടെ വെള്ളിയാഴ്ച നിങ്ങൾക്കുണ്ടാകരുത് എന്ന് പറഞ്ഞത്. സഹോദരങ്ങളെ, നമ്മൾ ഒരിക്കൽ പോലും വെള്ളിയാഴ്ച കഴിവിന്റെ പരമാവധി നമ്മൾ വൈകി വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണെന്നറിയോ? പരിശുദ്ധ ഖുർആനിൽ എപ്പോൾ വരണം എന്ന് ആയത്തിറക്കിയ ഒരു വിഷയമാണ് ജുമുഅ. എപ്പോൾ വരണമെന്ന് ആയത്തിറക്കിയ അല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, ജുമുഅക്ക് വേണ്ടി ബാങ്കൊലി നിങ്ങൾ കേട്ടാൽ, അതിന്റെ അർത്ഥം ബാങ്ക് കേൾക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾ തയ്യാറാകണം. ബാങ്ക് കേട്ടാൽ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ ദിക്റിലേക്ക്, ഖുത്ബയിലേക്ക്, പള്ളിയിലേക്ക് നിങ്ങൾ പെട്ടെന്ന് വരണം. എന്താണ് പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞാൽ? ഓടിക്കതച്ച് വരണമെന്നാണ്? അല്ല. ഫസആ ബിഖൽബിക് വഅമലിക് വഹുവ മശീയുൻ ഇലൈഹി, നിനക്ക് ബോധ്യണ്ടാണ് വെള്ളിയാഴ്ചയാണ്, 11:30 ബാങ്ക് കൊടുക്കാനായി, ഞാൻ നേരത്തെ എത്തണം എന്ന് കൽബ് കൊണ്ട് ചിന്തിച്ച് നടത്തം കൊണ്ടോ വാഹനം കൊണ്ടോ പള്ളിയിലേക്ക് എത്തണം എന്ന് അല്ലാഹുവിന്റെ വാക്ക്. വദറുൽ ബൈഅ, ഏർപ്പാട് നിർത്തണം. ആ വാചകത്തിലൊക്കെ ഉണ്ട് കേട്ടോ. സാധാരണ എന്താ പറയലോ, കച്ചവടക്കാരെ മാത്രം പറയും, കച്ചവടക്കാര് പൂട്ടണം. അല്ല, വദറുൽ ബൈഅ, ഏർപ്പാട് നിർത്തണം. സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ ആ സമയത്ത് 2-3 കസ്റ്റമർ വരുന്നുണ്ടല്ലോ, ആ സമയത്ത് ആൾക്കാരുടെ എന്താ പറയാ? അള്ളാന്റെ വാക്ക് ബാക്കിയുണ്ട്, ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. ഭാവി അറിയുന്ന പടച്ചോന്, ജുമുഅക്ക് ശേഷം എന്താ നടക്കണമെന്ന് അറിയ പടച്ചോന്, ശനിയാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ച എന്താ നടക്കണമെന്ന് അറിയുന്ന പടച്ചോന്. ആ അല്ലാഹ് പറയാൻ, നിങ്ങൾക്ക് അപ്പോൾ അത് നിർത്തി ജുമുഅക്ക് വരലാണ് കേട്ടോ 2 ലോകത്ത് ഖൈറുണ്ടാകുക. ആ 2 ഉറുപ്പ്യക്കും 200 ഉറുപ്പ്യക്കും വേണ്ടി നിൽക്കുക എന്നുള്ളത് ഖൈറല്ലട്ടോ. അതിനേക്കാളും വലിയ ഷർറ് ശനിയാഴ്ചയോ ഞായറാഴ്ചയോ വന്നാൽ തീരുമാനാകുട്ടോ. ഇത് അല്ലാഹുവിന്റെ വാക്കാണ്. ജുമുഅക്ക് നമ്മൾ എത്തേണ്ടത് എപ്പോഴാ അറിയും? നമ്മൾ പലപ്പോഴും അറിയാതെ പോയൊരു കാര്യമുണ്ട്, അത് ഗൗരവത്തോടു കൂടി പറയാൻ. നമ്മുടെ ചിന്തകളെപ്പോലും പ്രവാചകന്റെ ഹദീസുകൾ കൊണ്ട് മാറ്റേണ്ടതുണ്ട്. പ്രവാചകന്റെ വാക്ക് ഇപ്പൊ നമ്മൾ അറിയില്ലേ, ഞാൻ ജുമുഅക്ക് കൂടി ഞാൻ എന്നെ പറ്റി പറയില്ലേ? പ്രവാചകന്റെ വാക്ക് എന്തറിയോ? ഓരോ വെള്ളിയാഴ്ചയും ഇദാ കാന യൗമുൽ ജുമുഅ, ഓരോ ജുമുഅയും കാന അലാ കുല്ലി ബാബി മിൻ അബ്വാബിൽ മസ്ജിദി മലായിക, നമ്മുടെ ഓരോ പള്ളിയിലും മലക്കുകളുണ്ട്, ഓരോ വാതിലിന്റെ അടുക്കലും മലക്കുകളുണ്ട്. നമ്മുടെ ഈ പള്ളിയുടെ ഓരോ വാതിലിലൂടെയും മലക്കുകളുടെ സാന്നിധ്യമുണ്ട്. എന്തിനാണ് അവർ നിൽക്കുന്നത്? യക്തുബൂനൽ അവ്വൽ ഫൽ അവ്വൽ, ആ വാതിലൂടെ പള്ളിയിലേക്ക് വരുന്നവരുടെ ഓരോരുത്തരുടെയും ലിസ്റ്റുകൾ, ജുമുഅയിൽ പങ്കെടുത്തവരുടെ ലിസ്റ്റുകൾ മലക്കുകൾ എഴുതി വെക്കുകയാണ്. ജുമുഅയിൽ പങ്കെടുത്തവരുടെ ലിസ്റ്റുകൾ മലക്കുകൾ എഴുതി വെക്കുകയാണ്. ആ എഴുതി വെക്കുന്നവരുടെ കൂട്ടത്തിന്റെ പ്രതിഫലമാണ് പ്രവാചകൻ മുമ്പ് പറഞ്ഞത്. അതിൽ ആദ്യമായി എത്തുന്ന വിഭാഗക്കാർക്ക് ഒട്ടകത്തെ അറുത്ത് ദാനധർമ്മം ചെയ്തതിന്റെ കൂലിയാണ് ആദ്യം എത്തുന്ന വിഭാഗക്കാർക്ക്. രണ്ടാമതെത്തുന്ന വിഭാഗക്കാർക്ക് പ്രവാചകന്റെ വാക്ക് ഖറബ ബഖറതൻ, ഒരു പശുവിനെ അറുത്ത് ദാനധർമ്മം ചെയ്ത കൂലിയാണ്. മൂന്നാമതെത്തുന്ന വിഭാഗക്കാർക്ക് ഖറബ കബിശൻ അഖ്റൻ, കൊമ്പുള്ള ആട് അഥവാ ഒരു ന്യൂനതയുമില്ലാത്ത ആടിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലിദാനം ചെയ്ത് അതിന്റെ കൂലി വാങ്ങിയവനെ പോലെയാണ്. അടുത്തത് ഒരു കോഴിയും പിന്നീട് ഒരു കോഴിമുട്ടയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനധർമ്മം ചെയ്തതിന്റെ പുണ്യമാണ്. സഹോദരങ്ങളെ, ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന് ആലോചിച്ചു നോക്കൂ. ഒരൊട്ടകം 500, 600, 700 കിലോ വരുന്ന ഒരൊട്ടകത്തെ ഈ നാട്ടിലെ പാവപ്പെട്ട കഷ്ടപ്പെടുന്ന മനുഷ്യർക്ക്, അവർക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ അതിനെ അറുത്ത് അതിന്റെ മാംസം കൊണ്ടുപോയി ഓരോ വീടുകളിലും കൊടുത്ത്, ആ കൊടുക്കുന്നതിനും നടക്കുന്നതിനും
അവസാനം ആ പാവപ്പെട്ടവർ അത് വാങ്ങി ഭക്ഷണം കഴിച്ച് ബാറക്കല്ലാഹ് ഫീമാ റസഖ്തഹും വഗ്ഫിർ ലഹും വർഹംഹും, ഞങ്ങൾക്ക് ഈ ഭക്ഷണം കൊണ്ടുവന്നു തന്ന നിങ്ങൾക്കെല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥന അടക്കമുള്ള 700-800 കിലോ മാംസം പാവപ്പെട്ടവർക്ക് കൊടുത്തതിന്റെ കൂലിയാണ് വെള്ളിയാഴ്ച ആദ്യങ്ങളിൽ ഒരുങ്ങി വരുന്നവർക്ക് കിട്ടുക. നമ്മൾക്ക് വേണ്ടി അള്ളാഹ് വെച്ചതാണ്. 100-200 കിലോ തൂക്കമുള്ള പശുവിന്റെ മാംസം പാവപ്പെട്ടവർക്ക് ദാനധർമ്മം ചെയ്തതിന്റെ കൂലിയാണ് സഹോദരങ്ങളെ വെള്ളിയാഴ്ച നേരത്തെ വരുന്ന നമ്മൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചത്. ആടിനെയും കോഴിയെയും കോഴിമുട്ടയെയും പ്രവാചകൻ പറയാൻ കാരണം എന്താ അറിയോ? ആ കൂലിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. ആ കൂലിക്ക് നമ്മൾ എത്തണം. പ്രവാചകന്റെ വാക്ക് ഹദീസ് അവസാനിപ്പിക്കണം എങ്ങനെ അറിയോ? ഓരോ വാതിലുകളിലും മലക്കുകളുണ്ട്. വരുന്നവരുടെ ലിസ്റ്റുകൾ അള്ളാഹുവിന്റെ മലക്കിൽ എഴുതി വെക്കും. അവസാനം വാക്കെന്താ അറിയോ? ഫഇദാ ജലസൽ ഇമാമു, ഇമാം മിമ്പറിൽ കയറി ഇരുന്നു. തവ്വബു അസ്വഹഫ്, മലക്കുകൾ ജുമഅക്ക് പങ്കെടുത്തവരുടെ ലിസ്റ്റ്, അള്ളാഹുവിന് കൊടുക്കാനുള്ള ലിസ്റ്റ് അവർ പൂട്ടിവെക്കും. എന്നിട്ടോ വജാഉ യസ്തമിഊന ദിക്ർ, മലക്കുകളും ഖുത്ബകൾ കേൾക്കും. ഞാൻ ജുമഅയിൽ പങ്കെടുത്തു എന്ന് എനിക്ക് പറയണമെങ്കിൽ വിശ്വാസികളെ മിമ്പറിൽ കയറും മുമ്പ് പള്ളിയിലെത്തണം. അതിനുശേഷം എത്തിയാലോ ശിക്ഷയിൽ നിന്ന് ഒഴിവായി എന്നേ ഉള്ളൂ, ജുമഅയുടെ കൂലി കിട്ടണമെന്നില്ല. ഒന്നുകൂടി പറയട്ടോ, ജുമഅയുടെ പ്രതിഫലം കിട്ടണമെങ്കിൽ മിമ്പറിൽ കയറും മുമ്പ് പള്ളിയിലെത്തണം. അതിനുശേഷം എത്തിയാലോ ശിക്ഷയിൽ നിന്നൊഴിവായി എന്നേ ഉള്ളൂ, ജുമഅയുടെ പ്രതിഫലം കിട്ടണമെന്നില്ല. ഇത് നമ്മൾ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുലർത്തണം. ഇനി രണ്ടാമത്തൊരു കാര്യമുണ്ട്. ഞാൻ ജുമഅക്ക് വൈകി വന്നു, ഇമാമ് നിസ്കരിച്ചോണ്ടിരിക്കാൻ, രണ്ടാമത്തെ റക്അത്ത് റുക്കൂഇന് ശേഷമാണ് എത്തിയത്. എന്താ ഇസ്ലാമിന്റെ നിയമം? ഇമാമ് നിസ്കരിക്കുന്നു, രണ്ടാമത്തെ റക്അത്ത് റുക്കൂഇന് ശേഷമാണ് പള്ളിയിലേക്ക് എത്തിയത്. മൻ അദ്റക മിനസ് സ്വലാത്തി ജുമഅത്ത് റക്അത്തുൻ ഫഖദ് അദ്റക സ്വലാ, ജുമഅയിൽ ഒരു റക്അത്ത് ഇമാമിന്റെ കൂടെ കിട്ടിയവനെ ജുമഅയുടെ നിസ്കാരവും ജുമഅയും കിട്ടിയിട്ടുള്ളൂ. ഒരാൾ രണ്ടാമത്തെ റക്അത്ത് വന്നു, ഇമാം സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയാൻ, അയാൾ ആ ഇമാമിന്റെ കൂടെ നിസ്കാരത്തിൽ ചേർന്ന് പിന്നീട് നിസ്കരിക്കേണ്ടത് 4 റക്അത്താണ്, 2 റക്അത്തല്ല, 4 റക്അത്താണ്. ഇമാമിന്റെ കൂടെ ഒരു റക്അത്ത് പൂർണ്ണമായും കിട്ടിയവനെ ജുമഅയുടെ നിസ്കാരം കിട്ടിയിട്ടുള്ളൂ. സഹോദരങ്ങളെ, ഇതെന്തിനാ അല്ലാഹ് പറഞ്ഞത്? ഇതെന്തിനാ റസൂൽ പറഞ്ഞത്? നമ്മളെപ്പോൾ എത്തണം എന്ന് പഠിപ്പിക്കാനാണ്. അതുകൊണ്ട് ഒരിക്കൽ പോലും സാധ്യമാകുമെങ്കിൽ മിമ്പറിൽ കയറും മുമ്പ് നമ്മൾ എത്തുക, തഹിയ്യത്ത് നിസ്കരിക്കുക, സൂറത്ത് കഹ്ഫ് പാരായണം ചെയ്യുക, നമ്മൾക്ക് വേണ്ടി മലക്കുകൾ രേഖപ്പെടുത്തുന്ന കിതാബിൽ നമ്മുടെ പേരും ഉണ്ടാവുക, അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മുടെ ലിസ്റ്റും ഉണ്ടാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് തഖുല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, 2 കാര്യങ്ങളാണ് ജുമഅയുമായി ബന്ധപ്പെട്ട് അബദ്ധങ്ങളും തെറ്റുകളും. 1, ജുമഅ മനഃപൂർവ്വം ഒഴിവാക്കുക. 2, ജുമഅക്ക് നമ്മൾ വൈകി വരിക എന്നുള്ളത് തെറ്റാണ് എന്ന് മനസ്സിലാക്കുക. 3-മത്തൊരു കാര്യം, ഞാൻ മുകളിൽ ഖുത്ബ കേൾക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി കൂടി പറയണം. യുവാക്കളെ, നല്ല വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, ജുമഅയുടെ 3-മത്തെ ഏറ്റവും ഗുരുതരമായ തെറ്റ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ജുമഅ നടന്നുകൊണ്ടിരിക്കെ എന്തെങ്കിലും വിധത്തിൽ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നത് ജുമഅ ബാത്തിലാക്കുന്നു മാത്രമല്ല, കുറ്റം കിട്ടുന്നൊരു കാര്യമാവും. ഞാൻ എൻ്റെ നല്ലവരായ മക്കളോട് പറയണം, ഖുതുബ ഇവിടെ ഏറ്റെടുത്തതിന് ശേഷം ഒരുപാട് ആളുകൾ പലതരത്തിലുള്ള വിഷയങ്ങളും സംസാരിക്കാൻ വേണ്ടി പറഞ്ഞതിൽ അവർ ഹൃദയത്തിൽ നിന്ന് നല്ല രൂപത്തിൽ ഗുണകാംക്ഷയോടുകൂടി മുകളിലുള്ള ഭാഗത്ത് ശബ്ദം വളരെ കൂടുതലാണ് എന്നും ജുമഅ പലപ്പോഴും കേൾക്കുന്നില്ല എന്നും ഒക്കെ എത്രയോ കാലമായിട്ട് പറയുന്നു. പക്ഷേ
ഞാൻ ഇതുവരെ മക്കളെ നിങ്ങളോട് ഇത് പറയാതിരുന്നത് നിങ്ങൾ അത്രയും ഇഷ്ടമായതുകൊണ്ടാണ്. കാരണം ഈ നാട്ടിൽ വെള്ളിയാഴ്ച ബാങ്ക് കൊടുത്തിട്ട് ജുമാക്കൊന്നും വരാത്ത കുറേ മക്കളുണ്ട്. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ലല്ലോ. നിങ്ങൾ അള്ളാഹുവിന്റെ കൂലി പ്രതീക്ഷിച്ച് പള്ളിയിലേക്ക് വന്നവരാണ്. നിങ്ങൾക്ക് ഖുത്ബയോട് ഇഷ്ടമുണ്ട്, ദീനിനോട് ഇഷ്ടമുണ്ട്. അള്ളാഹു അത് നിരത്തി തെരുമാറാകട്ടെ. കാരണം അത്രയും നല്ല മക്കളാണ് നിങ്ങൾ. ബാക്കിയുള്ളവരെ പോലെ ഈ സമയത്ത് ഊപാലത്തിന്റെ താഴെയും ഗ്രൗണ്ടിന്റെ സൈഡിലും തോന്നിയാസങ്ങളൊന്നും കണ്ട് നിങ്ങൾ നിൽക്കുന്നില്ലല്ലോ. നിങ്ങൾ ഈ പ്രായത്തിൻ്റെതായ ഭക്തിയൊക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്നാലും ജുമായുടെ സമയത്ത് നമ്മൾ സംസാരിക്കാതിരിക്കണം. എന്തുകൊണ്ട് എന്ന് പറയാം. ജുമാ എന്നത് അള്ളാഹുവിന്റെ ശിആറാണ്, അടയാളാണ്. റമദാൻ പോലെ, ലൈലത്തുൽ ഖദ്ർ പോലെ, ഹജ്ജ് പോലെ ഇസ്ലാമിന്റെ ശിആറാണ് ഖുത്ബയും ജുമായും. വമൻ യുഅള്ളിമു ശആഇറല്ലാഹ്, ആരെങ്കിലും ആ ശിആറിനെ ആദരിക്കുമ്പോഴേ അള്ളാഹു അവനെ പരിഗണിക്കുള്ളൂ. രണ്ടാമത്തെ എന്താ അറിയോ? നേരത്തെ പറഞ്ഞ ഹദീസാണ്. ഇമാം ഖുത്ബ തുടങ്ങിയാൽ ആര് കേൾക്കുന്നവർന്ന്? മലക്കുകൾ കേൾക്കും. മലക്കുകൾ എഴുത്തു നിർത്തും. എന്തെഴുത്താണ്? പള്ളിയിലേക്ക് വരുന്നവിടെ ലിസ്റ്റ് എഴുത്ത് മലക്ക് നിർത്തും. എന്തേ കാരണം? അങ്ങനെ ഒരു ചലനം പോലും, ശ്രദ്ധ തെറ്റുന്നൊരു കാര്യം പോലും ജുമാ നടക്കുന്ന സമയത്ത് ഉണ്ടാകാൻ പാടില്ല എന്നാണ്. പ്രിയപ്പെട്ട മക്കൾ, ആൺകുട്ടികളും പെൺകുട്ടികളും, സഹോദരങ്ങളെ, മുതിർന്ന ആളുകളും ബോധപൂർവം ജുമായ്ക്കിടയിൽ സംസാരിക്കുകയോ ഫോണുകളിൽ കളിക്കുകയോ അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടിക്കളിക്കൊന്നും ചെയ്യരുത്. ഇഷ്ടം കൊണ്ട് പറയാൻ. എന്തുകൊണ്ടെന്ന് പറയാൻ, ഒന്ന്, അള്ളാഹുവിന്റെ ശിആറിനെ അപമാനിച്ച കുറ്റം നമുക്ക് കിട്ടും. രണ്ട്, നമ്മുടെ ജുമാ നഷ്ടപ്പെടുത്തിയതിന്റെ കുറ്റം കിട്ടും. മൂന്നാമത്തേത്, മറ്റൊരാൾക്ക് ഖുത്ബ കേൾക്കാൻ കഴിയാത്ത വിധം ശബ്ദമുണ്ടാക്കിയതിന്റെ കുറ്റം, ബാക്കിയുള്ളവന്റെ ജുമായും കൂടി നഷ്ടപ്പെടുത്തിയതിന്റെ കുറ്റം നമുക്ക് കിട്ടും. എല്ലാത്തിനും പുറമെ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ചക്ക് ശേഷമാണല്ലോ നമ്മൾ മരിക്കുക. ഏതെങ്കിലും ഒരു ചൊവ്വ ബുധനൊക്കെയാണല്ലോ നമ്മൾ മരിക്കുക. അവസാനത്തെ ഒരു വെള്ളിയാഴ്ച നമ്മളാ നാട്ടില് ഖുത്ബന്റെ സമയത്ത് പോലും ശബ്ദമുണ്ടാക്കി ബാക്കിയുള്ളവന്റെ ജുമാ നഷ്ടപ്പെടുത്തിയിട്ട് വിദ്യാർത്ഥിയായിരിക്കും നമ്മളൊരു ആക്സിഡന്റ് വിട്ട് മരിച്ചാൽ എത്ര വലിയ കുറ്റമായിരിക്കും നമുക്ക് ഉണ്ടാകുക. ഞാൻ ഒരിക്കൽ പോലും ആക്ഷേപിച്ചുകൊണ്ടല്ല മക്കളെ പറയണത്. നിങ്ങൾ അങ്ങനെ ആകരുത്. നമ്മുടെ നാടും നമ്മുടെ മഹല്ലും, നിങ്ങൾ ഈ പള്ളിയിൽ വന്നവരല്ലേ, നല്ല കുട്ടികളാണല്ലോ. ആ ഒരു ഭവ്യതയും ആ ഒരു പക്വതയും നിങ്ങളിൽ ഉണ്ടാകണം. ഒന്നുകൂടി അതിന്റെ ഗൗരവം പറയാൻ വേണ്ടി പറയാൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ പ്രവാചകന്റെ പള്ളിന്റെ അടി മണലാണ്. ഒന്ന് രണ്ട് സഹാബാക്കള് ഖുത്ബന്റെ അടിയിൽ കല്ലോണ്ട് ഇങ്ങനെ വെറുതെ കൈയോണ്ട് ഇങ്ങനെ കല്ലും ഇങ്ങനെ തട്ടിയപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മസ്സൽ ഹസ്വ ഫഖദ് ലഗാ. ഖുത്ബന്റെ അടിയിൽ കയ്യുകൊണ്ട് കല്ലും അങ്ങനെ തട്ടുണ്ടെങ്കിൽ ഓന്റെ ജുമാ ബാത്തിലാണ് കേട്ടോ. ഫോണൊക്കെ ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ എത്ര ഗൗരവമുള്ള കാര്യ സൗങ്ങളെ. ആകെ ഒരു അരമണിക്കൂർ 35 മിനിറ്റാ ഉള്ളത്. ആ സമയത്ത് പടച്ചോനോട് ഒരു ഭക്തിയും ഇല്ലാത്ത രൂപത്തിൽ നമ്മൾ പെരുമാറിയാൽ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്ന് ആത്മാർത്ഥത കൊണ്ട് പറയാൻ, നിങ്ങൾക്കതിന്റെ ഗൗരവം മനസ്സിലാകാൻ വീണ്ടും പറയാൻ സൗങ്ങളെ. ജുമാ നടന്നുകൊണ്ടിരിക്കെ ഒരാൾ ഈ സദസ്സിക്ക് വരികയാണെങ്കിൽ അയാൾ സലാം പറയൽ ഹറാമാണ്. എന്ത് ഹറാമാണ്? സലാം പറയൽ ഹറാമാണ്. ജുമാ നടന്നുകൊണ്ടിരിക്കുകയാണ്, സലാം ഇങ്ങനെ ഉണ്ട്, അസ്സലാമു അലൈക്കും, ഹറാമാണ്. എന്തേ കാരണം അറിയോ? ജുമാനെ ബാധിക്കും. ഒരാൾ തുമ്മി അൽഹംദുലില്ലാ എന്ന് അയാൾ പറഞ്ഞു, മെല്ലെ പറയാൻ പാടുള്ളൂ ജുമാന്റെ ഇടയ്ക്ക്. അത് കേട്ടാൽ മറ്റൊരാള് യർഹംകുമുല്ലാ എന്ന് പറയൽ തെറ്റാണ്. ബോധപൂർവമാണെങ്കിൽ തെറ്റാണ്. കാരണം ജുമാ നഷ്ടപ്പെടാൻ പാടില്ല. ഒരാൾ തഹിയ്യത്ത് നിസ്കരിക്കാൻ ജുമാ തുടങ്ങുമ്പോൾ അയാൾ നിസ്കരിച്ചു എന്ന് വെക്കുക. ആ നിസ്കരിക്കുമ്പോൾ അയാൾ കുറച്ചുറക്കെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഉറക്കെ ഓതുകയാണ്. തൊട്ടടുത്തുള്ള ആൾക്ക് ഖുത്ബക്ക് ശല്യമുണ്ട്. ആ നിസ്കാരം ഇസ്ലാമികമായി കുറ്റാണ്. ഒരാൾ ഖുത്ബ നടന്നുകൊണ്ടിരിക്കുകയാണ്, തൊട്ടടുത്ത് കുറച്ചു നേരം ഖുർആൻ ഉറക്കോതാണ്. ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ ഉറക്കയോതാണ്. തെറ്റാണ്, ഹറാമാണ്. ഖുർആൻ ഓതുന്നത് ഹറാമാണെങ്കിൽ, സലാം പറയുന്നത് തെറ്റാണെങ്കിൽ, അൽഹംദുലില്ലാ എന്ന് പറയുന്നത് ബോധപൂർവം ഉറക്കെ തെറ്റാണെങ്കിൽ, പ്രിയപ്പെട്ട മക്കളെ, യുവാക്കളെ, നല്ലവരായ വിദ്യാർത്ഥിനികളെ, നമ്മൾ ശബ്ദമുണ്ടാക്കുകയോ ഫോണിൽ കളിക്കുകയോ ചെയ്താൽ പടച്ചോന്റെ നിന്നുള്ള അദാബ് ചിലപ്പോ വരാ, പഠനത്തിൽ വരാ, കൈകാലുകളിൽ വരാ. കേട്ടിട്ടും നമ്മൾ അനുസരണക്കേട് കാണിക്കുന്ന ആളുകളാകരുത്. നിങ്ങൾ ആവർത്തിച്ച് പറയാൻ, ഈ നാട്ടിലെ ഏറ്റവും നല്ല വിദ്യാർത്ഥികൾ നമ്മുടെ പള്ളിയിൽ വരുന്ന കുട്ടികളാണ്. കാരണം
നിങ്ങൾ ജുമാക്ക് വന്നവരാണ്. പടച്ചോണ്ട് അത്ര ഇഷ്ടമുണ്ടായതുകൊണ്ട് ഞങ്ങൾ വന്നത്. ജുമാക്ക് പങ്കെടുക്കണമെന്ന് ഈമാന് കൊണ്ടുവന്നതാണ്. പ്രായത്തിൻ്റെതായ ചെറിയതാണ്. അത് നമ്മൾ ജുമയുടെ സമയത്ത് അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുക, നല്ലവരാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയി ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിലെ വിചാരണയിൽ നാഥ നീ ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ലോകത്ത് എവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ശിർക്കില്ലാതെ, ബിദ്അത്തില്ലാതെ, ഖുറാഫാത്തില്ലാത്ത ധീര മുവഹിദുകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥ നീ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, പരിശുദ്ധമായ ജുമഅയുടെ മുഴുവൻ ശ്രേഷ്ഠതകളും ജീവിതത്തിൽ ഏറ്റെടുത്ത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നാഥ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള അബദ്ധങ്ങൾ, പോരായ്മകൾ റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ വരുമാനങ്ങളിൽ നീ ബർക്കത്ത് ചൊരിയണമേ റഹ്മാനെ. അള്ളാഹുവെ, കുടുംബജീവിതത്തിൽ സമാധാനം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങൾ മരണപ്പെട്ടു പോയവർക്ക് നാഥ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. രോഗമുള്ള പ്രയാസപ്പെടുന്ന ആളുകൾക്ക് രോഗശമനവും, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് നാഥ അതിന് വിട്ടുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, വിശ്വാസികളായി ജീവിച്ച് ഇസ്ലാമികമായി ജീവിക്കാൻ സാധിച്ച് ഏറ്റവും വിശ്വാസിയായി ഈ ദുനിയാവിൽ നിന്ന് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെടാൻ കഴിയുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ നാഥ നീ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദി അൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.